ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുള്ള മലയാള സിനിമാ താര സംഘടനയായ AMMA അതിലെ മെമ്പേഴ്സിന്റെ കൂട്ടരാജിയുമൊക്കെയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പല ആളുകൾക്കുമെതിരെ പല നടിമാരും ലൈംഗിക അതിക്രമം അവർ നേരിട്ടു എന്ന് പറഞ്ഞിട്ട് പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ സിദ്ദിഖിൻ്റെ രാജി കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം മലയാള സിനിമ താര സംഘടനയായ AMMA അഥവാ അമ്മ എന്ന് പറയുന്ന സംഘടനയിലെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിൻ്റെ പലരുടെയും ഒരു കൂട്ടരാജിയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതിൽ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ മോഹൻലാൽ അദ്ദേഹം രാജിവെച്ചിട്ടുണ്ട്. അങ്ങനെ പല പ്രമുഖരായിട്ടുള്ളവരും അവരുടെ സ്ഥാനം ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പം പലരും ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നവർക്ക് ബോധ്യമുള്ളതിനാലാണ് ഈ ഒരു രാജി എന്നാണ്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ അവരാരും ഔദ്യോഗികമായിട്ട് പ്രതികരിച്ചിട്ടില്ല. എന്നാലും നമുക്ക് അറിയാൻ സാധിക്കുന്നത് അവർ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ ആ സ്ഥാനത്ത് തുടരാൻ അവർ യോഗ്യരല്ല. ആ ഒരു കാരണത്താലാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനും പ്രതികരിക്കാനും താല്പര്യമില്ലാത്തതിനാലാണ് ഈ ഒരു രാജി എന്നാണ് അവർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഇപ്പം മലയാള സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് ഹൈലൈറ്റിൽ നിൽക്കുകയാണ്. എല്ലാ ഭാഷകളിലും ഉള്ള സിനിമ ഇൻഡസ്ട്രിയിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കുറേ വർഷങ്ങളായിട്ട് പല റൂമേഴ്സ് വഴി നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ മലയാള സിനിമയിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളവരുണ്ട് എന്ന് കുറേ വർഷങ്ങളായിട്ട് ഈ സിനിമ എന്ന് പറയുന്ന സംഭവം തുടങ്ങിയ കാലം മുതൽ നമ്മളൊക്കെ കേട്ട് വരുന്ന കുറേ കാര്യങ്ങളാണ്. സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളുമായിട്ടുള്ളവർക്കൊക്കെ സിനിമയിൽ അവസരം വേണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ പറയുമല്ലോ. കാസ്റ്റിംഗ് കൗച്ച്, കോംപ്രമൈസ്, അഡ്ജസ്റ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമാണ് എന്നൊക്കെ ഇങ്ങനെ പലരും പറയുന്നത് ഇപ്പോൾ സത്യം എന്ന് നമുക്ക് തീർത്തും അല്ലെങ്കിൽ അടിവരയിട്ട് പറയാൻ പറ്റത്തില്ല. അതിനെയൊക്കെ ആധികാരികമായിട്ട് അതിലോട്ടൊക്കെ സംശയത്തിൻ്റെ നിഴൽ ചൂണ്ടുന്നതാണ് ഈ ഒരു ഹേമ കമ്മിറ്റി കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു റിപ്പോർട്ടിലെ പല പോയിന്റ്സും. നമുക്കറിയാം ഈ ഒരു റിപ്പോർട്ടിലെ പല കാര്യങ്ങളും പൊതുജനത്തിന് പബ്ലിക്കിന് റിവീൽ ചെയ്ത് കൊടുത്തിട്ടില്ല. കാരണം അത് പലതും വ്യക്തികളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെ ഹനിക്കുന്നതാണ് എന്നുള്ള കാരണം പറഞ്ഞിട്ടാണ്. അപ്പോൾ പല ആർട്ടിക്കിളിലും ചില പേജസൊക്കെ ബ്ലാങ്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം വേറൊരു രസകരം നമുക്ക് രസകരമായിരിക്കും ആയിട്ടുള്ളൊരു സംഭവമാണ് ജയസൂര്യ എന്ന് പറഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് നന്മയുടെ ഒരു നിറകുടമായിരുന്നു അദ്ദേഹം. ഏതൊരു കാര്യത്തിൻ്റെയും നന്മ സൈഡ്, പോസിറ്റിവിറ്റി, സിംപ്ലിസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു അദ്ദേഹം ഓരോ ഇൻ്റർവ്യൂവിലാണെങ്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ടോക്ക് ഷോയിൽ പോലും അദ്ദേഹം അങ്ങനെയാണ്. ഒരു നന്മ തുളുമ്പുന്ന ഒരു വേർഡെങ്കിലും അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നും അല്ലെങ്കിൽ ജയസൂര്യക്കെതിരായിട്ടുള്ള ആരോപണം ഇവിടെ ശക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നടി പറഞ്ഞിട്ടുണ്ട് 2013 ഏതോ ഒരു വർഷം, ഞാൻ ഇയർ ഓർക്കുന്നില്ല, അവർ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ജയസൂര്യ ബാക്കിലൂടെ കെട്ടിപ്പിടിച്ചു, അവരെ കിസ് ചെയ്തു, ആധികാരികമായിട്ട് അവരെ ശരീരത്തിൽ കടന്നു പിടിച്ചു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുമ്പോൾ തന്നെ ജയസൂര്യക്കെതിരായിട്ട് അടുത്ത നടിയും വന്നിരിക്കുകയാണ്. ജയസൂര്യ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ റിയാസ് ഖാൻ എന്ന് പറയുന്ന നടനെ പറ്റിയിട്ട് വന്ന ഗോസിപ്സും നമ്മൾ കേട്ടതാണ്. അതുപോലെ ഷൈൻ ടോം ചാക്കോ പറഞ്ഞാണ് ചില്ല് ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിലുള്ള 99% ആൾക്കാരും ഇങ്ങനെയുള്ള സ്വഭാവം ഉള്ളവരാണ് എന്ന് സ്ഥാപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്ടർ ബാബുരാജിനെതിരായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് തീർത്തും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ വന്നിരിക്കുന്നതാണ് മാമുക്കോയ എന്ന് പറയുന്ന നടൻ അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിനെയൊക്കെ നമ്മൾ കാണുന്നത് എന്താണ്, മലയാളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സിൽ ഒരാളായിട്ട്, അല്ലെങ്കിൽ അത്രയും ബഹുമാനം കൊടുത്തിട്ട് കാണുന്നവരെ പറ്റിയൊക്കെ, അതും അവരുടെ മരണശേഷം ഇങ്ങനെയൊക്കെ ഉള്ള ന്യൂസസ്, ഗോസിപ്സ്, ഇതിന് നമുക്ക് ഗോസിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ കേരള സർക്കാർ നിയമിച്ച ഒരു കമ്മീഷൻ, ആ ഒരു കമ്മീഷൻ്റെ റിപ്പോർട്ടും പ്രകാരമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു റിപ്പോർട്ട് റിലീസായതിനു ശേഷം പല നടിമാരും, പല സ്ത്രീകളും, പല പെൺകുട്ടികളും ഇങ്ങനെയുള്ള
അവർക്കെതിരെ ആരോപണങ്ങൾ കൊണ്ടുവരുമ്പോൾ അതൊക്കെ ഒരു ഗോസിപ്പ്, കേവലം ഒരു ഗോസിപ്പ് എന്ന രീതിയിൽ മാറ്റിവെക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഇനിയുള്ള കാലത്തും ഈ സിനിമയിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും ഭയങ്കര ഡീമോട്ടിവേറ്റഡ് ആയി പോകും. ഇപ്പം നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ തോന്നും ഏത് ഫീൽഡിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്തത്. പക്ഷെ സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞാൽ മറ്റ് ഫീൽഡുകളെ അപേക്ഷിച്ച് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കുമ്പോഴത്തേക്കിനും അവർക്കൊരു ഫെയിം ഉണ്ടാവും, കുറേ ക്യാഷ് ഉണ്ടാവും, പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രി ആണെന്നൊക്കെ പറയും. അതുപോലെ തന്നെ അവർക്ക് സിനിമ ഇല്ലെങ്കിലും പിന്നീട് അവർക്ക് ഇനാഗുറേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിലും അവരുടെ ഒരു സ്റ്റാർഡം ഒരു ലോക്കൽ സെറ്റപ്പിലെങ്കിലും കൊണ്ട് നടന്ന് അവർക്ക് കുറേ കാലം ജീവിക്കാനും ക്യാഷ് ഉണ്ടാക്കാനും പറ്റും. അതുകൊണ്ട് തന്നെ അത്ര വലിയൊരു പൊസിഷൻ ആ ഒരു ലെവലിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ അവർ ഒരു സിനിമയിൽ മുഖം കാണിക്കണമെങ്കിൽ ഈ പറഞ്ഞ കോംപ്രമൈസ് അല്ലെങ്കിൽ സെക്ഷൽ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാറാവണം എന്നുള്ളത് കൊണ്ട് പലരും വേറെ നിവൃത്തിയില്ലാതെ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഒരു പ്രശ്നത്തിന് ഇത്രയും വഴിവെച്ച് കൊടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ഒരു പക്ഷേ അങ്ങനെ ആരും സഹകരിക്കാതിരിക്കുകയാണെങ്കിൽ ഇത് നടക്കത്തില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് എന്നേ ഈ ഒരു പ്രശ്നം പോയേനെ. അപ്പോൾ പലർക്കും കഴിവുള്ള പലർക്കും ആ ഒരു ലെവലിലേക്ക് വരാൻ പറ്റിയേനെ. അപ്പോൾ കഴിവില്ലാതെ ഈ ഒരു കോംപ്രമൈസ് അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ മാത്രം വരുന്നവരുണ്ടാവാം. എന്നാൽ കഴിവ് മൂലം വരാൻ ഭാഗ്യം കിട്ടിയവരും ഉണ്ടാവാം. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒരുപാട് വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം സിദ്ദിഖ് എന്ന് പറയുന്ന നടനെ പറ്റിയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു നടി പറഞ്ഞു അവരെ ട്രിവാൻഡ്രത്ത് മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ട് ഇയാൾ കയറി പിടിച്ചു, എന്നിട്ട് അവരോട് മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് ഒരു ക്രിമിനൽ മൈൻഡോട് കൂടി സംസാരിക്കുകയും അവരെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തിട്ട് ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ട് വിരുദ്ധമായിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ട് എനിക്കിതൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഉള്ളിലുള്ള ഒരു ക്രിമിനൽ മൈൻഡ് സെറ്റ് പുറത്ത് വന്നു, അല്ലെങ്കിൽ അവരത് നേരിട്ട് മനസ്സിലാക്കി എന്നാണ് ആ ഒരു ആക്ട്രസ് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഭയക്കാനുള്ള അല്ലെങ്കിൽ നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഈ സോഷ്യൽ മീഡിയ കമൻസ് ഒക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിക്കൂട്ടിൽ നിൽക്കുന്നവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ സൊസൈറ്റി, വലിയൊരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. അതായത് ഇരയാക്കപ്പെട്ടവരെ കളിയാക്കാനും പ്രതിയായിട്ട് കാണുന്നവരെ സപ്പോർട്ട് ചെയ്യാനും അവരുടെ സൈഡിൽ നിന്ന് സംസാരിക്കാനും ഉള്ള ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ എന്ത് വിശ്വസിച്ച് നമ്മൾ ജീവിക്കും, എന്ത് ഉറപ്പിന്മേൽ നമ്മൾ ജീവിക്കും? ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വേൾഡിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ. അതായത് ക്രൈം ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ആൾക്കാരുണ്ട്, അതിന് വിക്ടിം ആവുന്നവരെ കുറ്റപ്പെടുത്തുകയും അവരെ മോശക്കാരാക്കുകയും ചെയ്യുന്നതാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. സോ അപ്പം നമുക്ക് ശ്രമിക്കാം, നമ്മൾ അങ്ങനെയുള്ള ആൾക്കാരാവാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇനിയും ഉള്ള കാലത്ത് ഈ കഴിവ്, ടാലൻറ്റ് രണ്ടും ഒന്നേരാണല്ലോ, കഴിവും അതുപോലെ തന്നെ പ്രതിഭ ഇതൊക്കെ ഉള്ളവർക്ക് മുന്നോട്ട് വന്ന് ഈ പറഞ്ഞ അവരുടെ ഫീൽഡിൽ കഴിവ് തെളിയിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടാവണം ഇനിയുള്ള സിനിമ അതുപോലെ അതിൻ്റെ പിന്നണി പ്രവർത്തകർ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഒരു ഫീൽഡിൽ വന്നാൽ ഒരുപാട് ഇങ്ങനത്തെ ബെനിഫിറ്റ്സ് ഉണ്ടാകും എന്ന് കരുതി ആ ഒരു കലയെ ദുരുപയോഗം ചെയ്യുന്നവരുടെ ഒരു പേടി സ്വപ്നമായിരിക്കട്ടെ ഇപ്പോഴത്തെ പലരുടെയും ഈ രാജി. അതേപോലെ തന്നെ കുറ്റം ചെയ്തിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിൻ്റെ മുന്നിൽ വരികയും തക്കതായ ശിക്ഷ ലഭിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.